ദൈവത്തിന് നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. എന്നാൽ നായക്കുട്ടിയെ ട്രെയിൻ ചെയ്യുന്നത് പോലെയോ കുതിരയെ പരിശീലിപ്പിക്കുന്നത് പോലെയോ ആനയെ ചട്ടം പഠിപ്പിക്കുന്നത് പോലെയോ മനുഷ്യനെ കാര്യങ്ങൾ ഗ്രഹിപ്പിക്കാൻ ദൈവത്തിന് ഇഷ്ടമില്ല. അടിച്ചും ബന്ധനത്തിലിട്ടും ഭീഷണിപ്പെടുത്തിയും വേദനിപ്പിച്ചുമാണ് മൃഗങ്ങളെ മനുഷ്യൻ പരിശീലിപ്പിക്കുന്നത്. എന്നാൽ മനുഷ്യനെ ദൈവം പരിശീലിപ്പിക്കുന്നു. മനുഷ്യന് പരിശീലനം ആവശ്യമാണോ? അതെ, മനുഷ്യന് പരിശീലനം വളരെ ആവശ്യമാണ്. പരിശീലന കളരികളിലൂടെ ക്ഷമയോടെ കയറിയിറങ്ങുന്ന മനുഷ്യർ അസാധാരണ മനുഷ്യരായി മാറും. അഹങ്കാരികളാകുകയില്ല, വിനയമുള്ളവരാകും. അവരുടെ സാധ്യതകൾ വർദ്ധിക്കും. 25-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാമത്തെ വാക്യം, സൗമ്യതയുള്ളവരെ കർത്താവ് ന്യായത്തിൽ നടത്തുന്നു. സൗമ്യതയുള്ളവർക്ക് കർത്താവ് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. കർത്താവ് നമ്മെ എന്തെങ്കിലും ഒന്ന് പരിശീലിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്ന ഏക കാര്യം അത് സൗമ്യതയാണ്. സൗമ്യതയുള്ളവരെ കർത്താവ് ന്യായത്തിൽ നടത്തുന്നു. സൗമ്യതയുള്ളവർക്ക് കർത്താവ് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. ഈ വചനം ഞാൻ ധ്യാനിക്കുവാൻ ഒരു അവസരം ദൈവം തന്നു. 10,000-കണക്കിന് വചനങ്ങൾ ഇതിനകത്തുണ്ടെങ്കിലും ചിലതാണ് നമ്മുടെ ഉള്ളിലോട്ട് ഒരു ലൈറ്റ് അടിക്കുന്നത്. ചില നാളുകൾക്ക് മുമ്പ് ഈ വേദഭാഗം എൻ്റെ വീട്ടിൽ വന്ന ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വായിക്കുമ്പോഴാണ് ഇതിൻ്റെ ഇൻസൈറ്റ് എനിക്കുണ്ടായത്. എന്നെയും നിങ്ങളെയും നോക്കി ദൈവം ദുഃഖിക്കുന്നു. എന്താണെന്നറിയാമോ? ഞാൻ പറയുന്നത് ഇവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇവർ പഠിക്കുന്നില്ലല്ലോ. സ്വന്തം ഇഷ്ടത്തിനും സ്വന്തം ആലോചനയ്ക്കും നടക്കുകയാണല്ലോ. ശ്രദ്ധിക്കൂ, സ്കൂളിൽ പഠിക്കുന്നത് കുട്ടികളാണ്. കുട്ടികളോട് എഴുന്നേക്കാൻ പറഞ്ഞാൽ എഴുന്നേക്കും, ഇരിക്കാൻ പറഞ്ഞാൽ എഴുന്നേക്കും. ഒരു വഴങ്ങുന്ന പ്രായമാണത്. എന്നാൽ മുതിർന്നവരെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. വിൻസ്റ്റൺ ചർച്ചിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരണം വരെ പഠിക്കും, പക്ഷെ എന്നെ പഠിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇത് ഞാൻ എല്ലാ ദിവസവും ഏറ്റവും അടുത്തിടപെടുന്ന മനുഷ്യരിൽ നിന്ന് ഇതെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവരോടൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അവർ വയലൻ്റ് ആവുകയോ അവരെ വഴുതി മാറുകയോ ചെയ്യും. ഉപദേശിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല, കുട്ടികൾക്ക് പോലും ഇഷ്ടമല്ല. പിന്നെ സ്കൂളിലൊക്കെ എന്ന് പറയുമ്പം കൂട്ടമായിട്ട് അവർ ചെല്ലുന്ന പഠിക്കാനിരിക്കുന്നത് കൊണ്ടും അതൊരു സംവിധാനമായതുകൊണ്ടും പഠിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇരിക്കുന്നതാണ്. ദൈവത്തിൻ്റെ സ്കൂളിൽ ഒരു അഡ്മിഷൻ കിട്ടുവാൻ സൗമ്യത എന്ന യോഗ്യത പ്രധാനം. ഇതിനെക്കുറിച്ച് ദൈവം അനുവദിച്ചാൽ നാളെയും വിശദീകരിക്കാം. അതിനു മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ, അങ്ങ് ആഗ്രഹിക്കുന്ന സൗമ്യത എന്താണെന്ന് എനിക്ക് ഒന്ന് മനസ്സിലാക്കി തരണേ. ദൈവമേ, അങ്ങയുടെ ഇഷ്ടം ഗ്രഹിക്കേണ്ടതിന്
അങ്ങയുടെ വഴിയിൽ നടക്കേണ്ടതിന്, അങ്ങയെ പ്രസാദിപ്പിക്കേണ്ടതിന്, അങ്ങ് ആഗ്രഹിക്കുന്ന സൗമ്യതയിലേക്ക് വരുവാൻ ഞാൻ എന്നെ വിനയപ്പെടുത്തുന്നു. ആമേൻ, ആമേൻ, ആമേൻ. മറക്കാതെ നിങ്ങൾ ഇതിൻ്റെ അടുത്ത എപ്പിസോഡ് കാണണം. ഇത് നിങ്ങളൊരു 10 പേർക്കെങ്കിലും പങ്കുവയ്ക്കണേ. ഗാഡ് ബ്ലെസ് യു.